നമ്മൾ വീഡിയോ സ്റ്റേഡിയത്തിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ പരിശോധനകൾ നടക്കുന്നു. റിയ, കൂടുതൽ പരിശോധന നടക്കുകയാണ്. ആരൊക്കെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്? ഈ ബാരിക്കേഡിന് മുകളിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് വെക്കുന്നത് പ്രാഥമികമായി സാറിന് നോക്കുമ്പോൾ തന്നെ ഞാൻ സുരക്ഷാ വീഴ്ച പ്രാഥമികമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ പറയാം എന്തുണ്ട് നമുക്ക് എൻക്വയറി ചെയ്ത്. റിയ, പറയാം. അദ്ദേഹം കൂടുതലേക്ക് ഒന്ന് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആയിരിക്കും പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ. ആരൊക്കെയാണ് കൂടുതലായി വിദഗ്ധർ അവിടെ എത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നത്? റിയ, കേൾക്കാമോ? റിയ, ഡിവിഷൻ കമ്മീഷണർ പുട്ട വിമലാദിത്യയാണ് ഇപ്പോൾ ഇവിടെ എത്തി ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തിയത്. നേരത്തെ ഈ പരിപാടി നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഈ അപകടം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നോ എന്നതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കാമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിന്റെ ക്രമീകരണം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറ്റുകയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാമെന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. നേരത്തെ DCP സുദർശൻ അടക്കം ഇവിടെ എത്തി ഈ അപകടം നടന്നത് സംബന്ധിച്ച് പരിശോധന നടത്തി. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്ന ആ ഭാഗത്തായിരുന്നു ഉമ തോമസ് MLA കസേര ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മുമ്പോട്ട് നടന്നു നീങ്ങുമ്പോഴാണ് അവർ വീഴുകയും ചെയ്തത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി കൃത്യമായിട്ട് ആ സ്റ്റേജ് ഒരുക്കിയതിലെ ഒരു സുരക്ഷാ പ്രശ്നം കൃത്യമായി മനസ്സിലാക്കാം. അതായത് സാധാരണഗതിയിൽ ഈ ബാരിക്കേഡ് ഉള്ള ഇരുമ്പിന്റെ കമ്പിയുടെ ബാരിക്കേഡ് ഉള്ളതിന് മുകളിൽ അത് മറച്ച് അതിന് മുകളിലാണ് ഒരു സ്റ്റേജ് താൽക്കാലികമായി പണിത്. അതായത് സാധാരണഗതിയിൽ ആളുകൾ ഇരിക്കുന്ന കസേര ഉള്ള സ്ഥലം ഈ താഴെയാണ്. അതിന് മുകളിലാണ് ഉയരത്തിൽ ഈ സ്റ്റേജ് രണ്ട് നിലയിലുള്ള സ്റ്റേജായിട്ട് പണിതത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് സാധാരണ കസേരകൾ ഉള്ളത്. അതിന് മുകളിൽ ഒരു കാർഡ്ബോർഡ് പോലെ ഒരു നില അടിച്ച് അതിന് മുകളിലാണ് ഈ സ്റ്റേജ് ഒരുക്കിയത്. അത് ഒരു സാധാരണഗതിയിൽ അങ്ങനെ നടക്കാവുന്നതാണോ എന്നതാണ് ഉയർന്ന സംശയം. ഒരു അപകടം ഉണ്ടായപ്പോൾ ചർച്ച ചെയ്തു എന്നതിനപ്പുറം സാധാരണഗതിയിൽ അങ്ങനെ ഒരു സ്റ്റേജ് അനുവദനീയമാണോ ഇത്രയും ഉയരത്തിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ എന്നതാണ് ഉയർന്ന ചോദ്യം. എന്തായാലും കമ്മീഷണർ ഇപ്പോൾ പറഞ്ഞത് ഇത് കൃത്യമായി പരിശോധിക്കും. അതിനുശേഷം താൻ ഔദ്യോഗികമായി സംസാരിക്കാം. ഈ ഘട്ടത്തിൽ ഇതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച്, സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അത് പരിശോധിച്ച ശേഷം സംസാരിക്കാമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ സംഘാടകരടക്കം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇവിടേക്ക് അതിഥികളെ ഇരുത്തുന്ന തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയതാണ് എന്നത് സംശയിക്കേണ്ടി വരും. ആദ്യഘട്ടത്തിൽ സ്റ്റേജിന് താഴെ പരിപാടിയും ഉദ്ഘാടനവും നടത്തി കാഴ്ച കാണാൻ ഉള്ള ആളുകൾക്ക് മാത്രം ഇവിടെ ഇരിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചത്. മാത്രമല്ല VIP-കൾക്കൊക്കെ ഇരിക്കാൻ ഒരു VIP പവലിയൻ ഇവിടെ ഉണ്ട്. അവിടെ അതിനുള്ള ക്രമീകരണം കസേരയടക്കം ക്രമീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നടക്കേണ്ടിയിരുന്നത് ഗ്രൗണ്ടിൽ നിലവിളക്ക് കത്തിച്ച ശേഷം മന്ത്രി അടക്കമുള്ള പ്രധാന അതിഥികൾ ഈ VIP പവലിയനിലേക്ക് പോവുകയും ഈ LED സ്ക്രീനിന് മാത്രമായിട്ട് ഈ സ്റ്റേജിൽ വെക്കുന്നു. അതിനുശേഷം സമ്മാനം വാങ്ങാൻ വേണ്ടി മാത്രം ഈ ഗിന്നസ് റെക്കോർഡ് പൂർത്തിയാകുമ്പോൾ ആളുകൾ വന്ന് ആ സമ്മാനം ഏറ്റുവാങ്ങുക, പുരസ്കാരം ഏറ്റുവാങ്ങുക എന്നതായിരുന്നു സംഘാടകർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ അങ്ങനെയാണ് സംശയിക്കുന്നത്. പക്ഷേ ഈ നിലവിളക്ക് പെട്ടെന്ന് മുകളിലേക്ക് മാറ്റിയപ്പോൾ ഈ ക്രമീകരണങ്ങളെല്ലാം പാടെ മാറുകയും പെട്ടെന്ന് ഇത്രയും ആളുകൾക്ക് ഇരിക്കാനായി 2 നിര കസേര അറേഞ്ച് ചെയ്യുകയും ഇപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് നോക്കിയാൽ ആ 2 കസേര ഇരിക്കുന്നത് കാണാം. അത്രയും അടുത്തല്ലെങ്കിലും ഒരാൾക്ക് നടന്നു പോകാനുള്ള അകലം മാത്രം ഒരുക്കി ആ ലൈറ്റിനോട് ചേർന്നുള്ള അകലത്തിലാണ് ഈ കസേര ഒരുക്കിയിരുന്നത്. അപ്പോൾ അതെന്തായാലും വലിയൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് ഒരു കസേരയിൽ ഇരുന്ന് എണീറ്റ് നടന്ന് മുന്നോട്ട് പോയപ്പോഴാണ് ഉമ തോമസ് MLAക്ക് ബാലൻസ് നഷ്ടപ്പെടുകയും അപ്പോൾ പെട്ടെന്ന് ഈ റിബണും കമ്പിയുമായിരുന്നു ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത്. ഈ റിബണിൽ അവർ പിടിച്ചപ്പോൾ ഈ സ്റ്റീൽ കമ്പി അടക്കം റിബൺ സഹിതം MLA ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുകയായിരുന്നു. അപ്പോൾ ആ വീഴ്ചയുടെ ആഘാതം, അതിലുണ്ടാകാവുന്ന പരിക്കുകളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയും വലിയൊരു വീഴ്ചയായിരുന്നു. ഇത് സിമെന്റിന്റെ
ഇവിടുത്തെ ഓടയാണ്. അപ്പോൾ സിമെന്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് നിർമ്മാണമാണ്. അവിടേക്കാണ് തല വന്നിടിച്ചത്. അതുകൊണ്ടാണ് തലയുടെ പിൻഭാഗത്ത് നല്ല പൊട്ടലുണ്ടായിരുന്നു, ചോര വാർന്നായിരുന്നു ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ എടുത്തുകൊണ്ട് പോയതെന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞു. MLA ചിരിപ്പടക്കം ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു അതായത് സാധാരണഗതിയിൽ ഒരു സ്റ്റേജിൽ പരിപാടി നടക്കുമ്പോൾ കസേരകൾ തമ്മിൽ വേർതിരിക്കാൻ നമ്മൾ വെക്കുന്ന ഈ ഒരു റിബണും സംവിധാനവുമാണ് ഇത്രയും ഉയരത്തിലുള്ള ഒരു സ്റ്റേജിന്റെ ബാരിക്കേഡായിട്ട് വെച്ചത് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വിമർശനമായിട്ടും ഒരു സുരക്ഷാ വീഴ്ചയായിട്ടും പ്രാഥമികമായി നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത്. അതിനെ സംഘാടകർ ന്യായീകരിച്ചത് ഇതൊരു കാഷ്വാലിറ്റി പ്രതീക്ഷിച്ചിരുന്നില്ല, മാത്രമല്ല ഒരു കുറച്ചടി ഉയരത്തിലുള്ള സ്റ്റേജ് അല്ലേ എന്ന് അവർ ചോദിച്ചത് ഈ സ്റ്റേജിന് മുകളിലുള്ള ഉയരം മാത്രം കണക്കാക്കിയാണ്. പക്ഷെ അങ്ങനെയല്ല, താഴെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും വലിയ ഉയരമാണ് എന്നുള്ളത് അവർ പോലും വളരെ ലാഘവത്തോടെ അത് നിസാരവൽക്കരിച്ച് പറഞ്ഞു എന്നുള്ളിടത്താണ് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും പരിപാടി പൂർത്തിയായി. സംഘാടകർ പറഞ്ഞതനുസരിച്ച് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും. അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് ഈ ഓസ്കാർ ഓർഗനൈസേഷന്റെ ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രതിനിധി നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും SP നേരത്തെ DCP വന്നിരുന്നു, ഇപ്പോൾ കമ്മീഷണർ അടക്കം ഇവിടെ എത്തി AC അടക്കം സംസാരിക്കുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് AC അടക്കമുണ്ട്. അവർ എന്താണ് സംഭവിച്ചത് എന്നതടക്കം പരിശോധിക്കുന്നു. സാധാരണഗതിയിൽ ഈ മന്ത്രിയൊക്കെ വരുമ്പോൾ ഇരിക്കേണ്ട സ്റ്റേജൊക്കെ നേരത്തെ തന്നെ വന്ന് പരിശോധിക്കുമ്പോൾ സുരക്ഷയൊക്കെ നോക്കുകയും ചെയ്യേണ്ടതാണ്. ഫയർഫോഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്റ്റേജ് ഏത് പരിപാടിയാണെങ്കിലും ഇത്തരം വലിയൊരു പരിപാടിയാണെങ്കിൽ അത് സ്റ്റേജ് കെട്ടുമ്പോൾ സാധാരണ സ്ട്രക്ചറൽ എഞ്ചിനീയർ വന്ന് പരിശോധിക്കും, അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ്. ഇവിടെ GCDA ഉടമസ്ഥതയിലുള്ള സ്റ്റേജാണ്. GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള അടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഈ അപകടം നടന്നതിന് ശേഷം ഇവിടെ നിന്ന് പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അടക്കം നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരങ്ങൾ കുറച്ചുകൂടി ചോദിച്ചറിയാൻ കഴിയും. എന്തായാലും ഈ സംഘാടകരുടെ വാദം വിശദീകരണം ഒന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത്രയും ഉയരത്തിലുള്ള ഒരു സ്റ്റേജിന് ഒരുക്കേണ്ട ക്രമീകരണം ഒരുക്കിയിട്ടില്ല എന്നത് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കും.